നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള പ്രതികളുടെ എല്ലാം തന്നെ ഭാവി എന്തായിരിക്കും? അവർക്കിനി ജയിലിടിഞ്ഞാലും പുറത്തിറങ്ങാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. ഏതായാലും കുറ്റമൊക്കെ ചെയ്താലും ഞാനൊന്നും ഇപ്പോഴും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അകത്ത് കിടക്കുന്ന പ്രതികൾക്ക് പറയാനുള്ളത്. അതായത് എൻ്റെ മടിയിൽ കനമില്ല എന്നുള്ള വാക്കുകൾ. ഇപ്പോൾ എൻ വാസുവാണ് ഇപ്പോൾ തനിക്കൊന്ന് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങി മുൻപ് ജീവിച്ചിരുന്നത് പോലെ തന്നെ ജീവിക്കാൻ സുപ്രീം കോടതി വരെ പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്കാണ് ജാമ്യത്തിനായിട്ട് എൻ വാസു നീങ്ങുന്നത്. അതിൻ്റെ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഓരോരുത്തരായിട്ട് തൻ്റെ പങ്കാളികളൊക്കെ പെടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കാം ഇപ്പോൾ സുപ്രീം കോടതി വരെ പോകാൻ വാസു തയ്യാറായിരിക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ മാത്രം മതിയെന്നുള്ള ചിന്ത തന്നെയാണ് സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായിട്ടുള്ള പ്രതികൾക്കെല്ലാം. ഈ വാസുവിൻ്റെ ഇപ്പോഴത്തെ നീക്കത്തിൽ നിന്ന് അത് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കൂടുതൽ അന്വേഷണ ഏജൻസികൾ ഈ ഘട്ടത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിൽ സ്വർണ്ണക്കൊള്ളയിൽ ഒരു പങ്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും തന്നെ രക്ഷയില്ല എന്നുള്ള കാര്യം ബോധ്യമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ വാസു സമീപിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദ്വാരപാലക ശില്പങ്ങൾ, കട്ടിളപ്പാളികൾ എന്നിവിടങ്ങളിലെ സ്വർണ്ണ കവർച്ചയ്ക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തുവെന്ന കേസിൽ എൻ വാസുവിൻ്റെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിൻ്റെയും മുൻ തിരുവാഭരണം കമ്മീഷണർ KS ബൈജുവിൻ്റെയും ജാമ്യ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു. രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് വാസുവിൻ്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്. ഇതിന് പിന്നാലെയാണ് എൻ വാസു ജാമ്യം തേടി ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് എന്ത് തീരുമാനം വരും എന്നുള്ളതും നിർണായകമാണ്. ശബരിമല കട്ടിളപ്പാടിയിൽ സ്വർണം പൊതിഞ്ഞതായി രേഖകളില്ലെന്നും എൻ വാസു ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ദേവസ്വം രേഖകളിൽ സ്വർണം പൂശിയതായോ പൊതിഞ്ഞതായോ ഇല്ലെന്ന് വാസുവിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. ഇത് കേട്ട കോടതി അങ്ങനെയെങ്കിൽ ഈ കേസ് തന്നെ ഇല്ലല്ലോ എന്ന് മറുപടി നൽകുകയായിരുന്നു. താൻ സ്വർണ്ണ കവർച്ചയ്ക്ക് സഹായം ചെയ്തിട്ടില്ലെന്നും തൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും വാസു അപ്പീലിൽ പറയുന്നു. കേസിന്റെ അന്വേഷണം അന്തിമഘട്ടത്തിലാണെന്നും അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്നും വസ്തുത പരിശോധിക്കാതെയാണ് തനിക്ക് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതെന്നും എൻ വാസു പറയുന്നു. 2019 നവംബർ മുതൽ 2 വർഷമാണ് എൻ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റായി പ്രവർത്തിച്ചത്. ഇതിനു മുൻപ് 2018 ഫെബ്രുവരി മുതൽ 2019 മാർച്ച് വരെ ദേവസ്വം കമ്മീഷണറായും പ്രവർത്തിച്ചു. ശ്രീകോവിലിലെ കട്ടിളപ്പാളികൾ, ചെമ്പുപാളികൾ എന്ന പേരിൽ സ്വർണം പൂശാനായി കൈമാറിയ കേസിൽ 3ാം പ്രതിയാണ് എൻ വാസു. കട്ടിളപ്പാളിയിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പെന്നെഴുതാൻ കമ്മീഷണറായിരുന്ന എൻ വാസുവാണ് നിർദ്ദേശം നൽകിയതെന്നും SIT കണ്ടെത്തിയതിന് പിന്നാലെയാണ് പ്രതി ചേർത്തത്. ശബരിമലയിൽ നിന്നുള്ള സ്വർണവും പൂജ്യവസ്തുക്കളും തിരുവനന്തപുരം UAE കോൺസുലേറ്റിലെ നയതന്ത്ര പാഴ്സൽ വഴി വിദേശത്തേക്ക് കടത്തിയിരിക്കാമെന്ന സാധ്യതയിൽ കൂടിയാണ് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥരായിരുന്ന സ്വപ്ന സുരേഷ്, PS സരിത്ത് എന്നിവരുടെ ഒത്താശയിൽ വിദേശത്ത് നിന്ന് നയതന്ത്ര പാഴ്സലിൽ തിരുവനന്തപുരം വിമാനത്താവളം വഴി സ്വർണം കള്ളക്കടത്ത് നടത്തിയതിൽ മാത്രമാണ് മുൻപ് അന്വേഷണം നടന്നത്. ഇതേ ചാനലിൽ വിദേശത്തേക്ക് പോയ പാഴ്സലുകളിൽ എന്തായിരുന്നുവെന്ന് ഇന്നും വ്യക്തതയില്ലാത്ത സാഹചര്യത്തിലാണ് അന്വേഷണം തുടങ്ങിയത്. ശബരിമല അടക്കമുള്ള ദക്ഷിണേന്ത്യയിലെ ആരാധനാലയങ്ങളിൽ നിന്ന് മോഷണം പോകുന്ന വസ്തുക്കൾ വിദേശത്തേക്ക് കടത്തുന്ന റാക്കറ്റ് കേരളത്തിൽ സജീവമാണ് എന്നതിൻ്റെ തെളിവുകൾ പുറത്തു വന്നതോടെയാണ് നയതന്ത്ര ചാനലിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നത്. കോൺസുലേറ്റിലെ മുൻ ജീവനക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച ഏജൻസികൾ നയതന്ത്ര പാഴ്സൽ സ്വർണ്ണക്കടത്തിലെ അന്വേഷണ റിപ്പോർട്ടുകളും പരിശോധിക്കുന്നുണ്ട്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികളുടെ എൻഫോഴ്സ്മെന്റ് പ്രിവന്റീവ് വിഭാഗങ്ങളാണ് പ്രാഥമിക വിവരശേഖരണം നടത്തുന്നത്. തെളിവുകൾ ലഭിച്ച ED കേസ് രജിസ്റ്റർ ചെയ്യും. സെക്രട്ടേറിയറ്റിലെ അർഹതയില്ലാത്ത പല ജീവനക്കാർക്കും നയതന്ത്ര തിരിച്ചറിയൽ കാർഡുകൾ ലഭിച്ചതായും അവർ കോൺസുലേറ്റിൽ യഥേഷ്ടം കയറിയിറങ്ങി പാഴ്സലുകൾ അയച്ചതായും നയതന്ത്ര സ്വർണ്ണക്കടത്തിലെ അന്വേഷണത്തിൽ കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരുന്നു.
അന്നത്തെ സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസർ ബി സുനിൽകുമാർ ഇത് സംബന്ധിച്ച മൊഴി കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിന് നൽകിയിട്ടുണ്ട്. സംസ്ഥാന പ്രോട്ടോകോൾ ഓഫീസറുടെ ഒപ്പും സീലും നിർബന്ധമാക്കിയിട്ടുള്ള നയതന്ത്ര ബാഗേജുകൾ പോലും അതിലല്ലാതെ ഗ്രീൻ ചാനൽ വഴി കടത്തിവിട്ടിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകുമെന്ന് ഉറപ്പിച്ചതോടെ രാഷ്ട്രീയമായി അതിനെ അനുകൂലമാക്കാനുള്ള തന്ത്രങ്ങളിലാണ് LDFും UDFും. LDFിനെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ ഇരട്ടി തലവേദനയാണ്. ഉയർന്നു വന്നിട്ടുള്ള പ്രതിസന്ധികൾക്കെല്ലാം മറുപടി പറയണം. അതും വിശ്വാസികളെ കയ്യിലെടുത്തുകൊണ്ട് തന്നെ വേണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല ചർച്ചയാകാതിരിക്കാനുള്ള കരുതലായിരുന്നു LDF നടത്തിയത്. എന്നാൽ UDF ഇടതുപക്ഷത്തെയും സർക്കാരിനെയും കടന്നാക്രമിക്കാനുള്ള വിഷയമാക്കി. ശബരിമലയാണ് തോൽവിക്ക് പ്രധാന കാരണമെന്ന് CPM പരസ്യമായി സമ്മതിക്കുന്നില്ലെങ്കിലും അതാണെന്ന് പാർട്ടിയും സർക്കാരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇതോടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല UDFിനെതിരായി തിരിച്ചുവിടാനുള്ള രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രംഗത്തെത്തിയത്. സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം 15-നകം പൂർത്തിയാക്കണമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്നാൽ ഈ സമയത്തിനുള്ളിൽ പൂർത്തിയാകാനുള്ള സാധ്യത കുറവാണ്. ഇടതുപക്ഷ ഭരണം, കേസിൽ പ്രതിയായവർ CPM നേതാക്കൾ, ചോദ്യം ചെയ്തിരിക്കുന്നതോ മുൻ ദേവസ്വം മന്ത്രിയെ, ഇതെല്ലാം LDFിനെ തിരിഞ്ഞുകുത്തുന്ന ഘടകങ്ങളാണ്. ഇതിന്റെ ആഘാതം കുറയ്ക്കാനാണ് കേസിൽ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും സോണിയാഗാന്ധിയെ കണ്ടതിനെ സംശയത്തിൽ നിർത്തി മുഖ്യമന്ത്രി UDFിനെതിരെയുള്ള പ്രചാരണ നീക്കത്തിന് തുടക്കമിട്ടത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം മുതലുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് നേരത്തെ CPM ഉന്നയിക്കുകയും ചെയ്തതാണ്. പോറ്റി സോണിയയെ കണ്ടത് അക്കാലത്താണ് എന്നതാണ് മുഖ്യമന്ത്രി നീട്ടിയെറിഞ്ഞ വാദത്തിന്റെ ഊതൽ. UDF കൺവീനറായ അടൂർ പ്രകാശിന്റെയും ആന്റണി MP-യുടെയും സാന്നിധ്യവും സംശയത്തിൽ നിർത്താൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു. ഇരുവരും നൽകിയ വിശദീകരണത്തിൽ വ്യക്തതയില്ലാത്തത് UDF വാദത്തെ പരിങ്ങലിലാക്കുന്നുണ്ട്. UDF അത്ര ശുദ്ധമല്ലെന്ന തോന്നൽ ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് LDF. CPM നേതാക്കൾ പ്രതികളായി അകത്ത് കിടക്കുന്നിടത്തോളം LDFിന്റെ പ്രചാരണം ജനങ്ങൾ വിശ്വാസത്തിലെടുക്കില്ല എന്നതാണ് UDFിന്റെ കണക്കുകൂട്ടൽ. പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് വിവരങ്ങൾ ചോർത്താൻ ചാരന്മാരെ നിയോഗിച്ചെന്ന രീതിയിൽ സർക്കാരിനെ സംശയത്തിൽ നിർത്തുന്ന ആരോപണവും ഘടിപ്പിച്ചു. CPM നേതാക്കളടക്കം പങ്കാളിയായി സ്വർണം കടത്തിയതിനേക്കാൾ വലിയ കുറ്റമായി സോണിയയ്ക്കൊപ്പമുള്ള ഫോട്ടോ മുഖ്യമന്ത്രി ഉയർത്തിക്കാണിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്തമാണെന്നാണ് അവരുടെ വാദം. നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തി ചർച്ച നടത്തിയില്ലേ എന്നാണ് UDFിന്റെ മറുചോദ്യം. ഏതായാലും UDFിന് ഇത് വീണ് കിട്ടിയ വലിയൊരു ആയുധമാണ്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അതിന് മുൻപിൽ. അപ്പോഴും ഈ കോലാഹലങ്ങളൊന്നും അവസാനിക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം ശബരിമല കൊള്ളയിലടക്കം കൂടുതൽ അന്വേഷണ ഏജൻസികൾ വരണമെന്നാണ് ഇപ്പോൾ എല്ലാവരും ഉന്നയിക്കുന്ന ഒരു ആവശ്യം. കഴിഞ്ഞ ദിവസം അടക്കം CBI കൂടി അന്വേഷണ ഘട്ടത്തിലേക്ക് വരണം. പല രീതിയിലുള്ള സ്വർണം പുറത്തേക്ക് കടത്തിയിട്ടുണ്ടോ, രാജ്യം വിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടോ എന്നതടക്കമുള്ള പല സംശയങ്ങളും ഉയരുന്ന ഘട്ടം കൂടിയാണ്.